നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് മധ്യപ്രദേശിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കമൽനാഥ് നിർബന്ധിതനായി എന്ന് തന്നെ പറയേണ്ടി വരും. BSPയുമായി സഖ്യത്തിലേക്ക് ഏർപ്പെടാൻ തന്നെയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ തീരുമാനം. മധ്യപ്രദേശിൽ BSPക്ക് വളരെയധികം കരുത്തുണ്ട്. അവർക്ക് പല മേഖലകളിലും സീറ്റുകൾ നേടിയെടുക്കാനുള്ള ശക്തിയുണ്ട്. അവർക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ലഭിച്ചിട്ടുള്ള സ്ഥലമാണ് മധ്യപ്രദേശ്. ഉത്തർപ്രദേശിന് പുറമെ അവർക്ക് സീറ്റുകൾ കിട്ടുന്ന ഏക സംസ്ഥാനം മധ്യപ്രദേശുമാണ്. അതുകൊണ്ട് തന്നെ BSPയുമായിട്ട് സഖ്യം ചേരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. 29 ലോക്സഭാ സീറ്റുകളാണ് മധ്യപ്രദേശിലുള്ളത്. കാൻഷിറാം സ്ഥാപിച്ച BSPയുമായി സഹകരിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു രീതിയിലുള്ള നഷ്ടവും ഉണ്ടാകുകയില്ല. ഏറ്റവും കൂടുതൽ സംവരണ സീറ്റുകൾ, ST സീറ്റുകൾ, ഷെഡ്യൂൾഡ് ട്രൈബിന്റെ സീറ്റുകളുള്ള സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ഗോത്രവർഗ മേഖലകളും മധ്യപ്രദേശിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ BSPയുമായി സഹകരിക്കേണ്ടത് അനിവാര്യമാണ്. BSPക്ക് ദളിത് ഗോത്രവർഗ വോട്ടുകൾ സ്വായത്തമാക്കാൻ കഴിവുള്ള പാർട്ടി തന്നെയാണ്. മായാവതിയുടെ പാർട്ടിക്ക് ഇപ്പോഴും ദളിത് മേഖലയിലും ഗോത്രവർഗ മേഖലയിലും വലിയ ആധിപത്യമുണ്ട്. അത് ശക്തമായി തന്നെ കോൺഗ്രസ് മുന്നണിക്ക് ഉപയോഗപ്രദമാകും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. മധ്യപ്രദേശിലെ 29-ൽ 15-ൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ BSP കോൺഗ്രസ് സഖ്യം അങ്ങനെയെങ്കിൽ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. BJPയുടെ ആധിപത്യത്തെ തടുക്കാൻ ഈ ഒരൊറ്റ മാർഗമേ കോൺഗ്രസിന്റെ വഴിയിൽ ഉള്ളൂ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ BSP സഹകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സമാജ്വാദിയാണ് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ മധ്യപ്രദേശിൽ അങ്ങനെയല്ല. കോൺഗ്രസിന് BSPയെ കൂടെ കൂട്ടുന്നതിൽ ആരുടെയും അനുവാദം വേണ്ട എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം കോൺഗ്രസ് ആണ് അവിടെ പ്രധാന കക്ഷി, എതിർകക്ഷിയായി നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയമായ പരാജയമുണ്ടായെങ്കിലും വോട്ട് ഷെയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. കോൺഗ്രസിന് ഇപ്പോഴും 35% കൂടുതൽ വോട്ട് ഷെയർ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് അടിവേരറക്കാൻ BJPക്ക് ഒരിക്കലും കഴിയാത്ത സംസ്ഥാനം തന്നെയാണ് മധ്യപ്രദേശ്. അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയും അനുകൂലികളും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത് വലിയ രീതിയിൽ തിരിച്ചടിയായി കോൺഗ്രസിന് ഭവിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നും മുക്തി ലഭിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്രദമാക്കാൻ വേണ്ടി തന്നെയാണ് കമൽനാഥിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ഒക്കെ തീവ്രമായ ശ്രമം. മധ്യപ്രദേശിൽ നമുക്കറിയാം, ദിഗ്വിജയ് സിംഗും അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുന്നൊരു സംസ്ഥാനം തന്നെയാണ്. അവിടെ തിരിച്ചുവരവിന് വലിയ സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൻ്റെ രാഷ്ട്രീയം ഗ്വാളിയറിലും ഇൻഡോറിലും വിദിശയിലും അതുപോലെ തന്നെ ഉജ്ജയിനിലുമൊക്കെ ശക്തമായി തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായും അവിടെയുള്ള വോട്ടുകൾ സമാഹരിക്കണമെങ്കിൽ BSPയുമായി സഖ്യം കൂടിയാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് ഇത്തവണത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ബഹുഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ മായാവതിയുടെ പാർട്ടിയുമായി അലയൻസ് ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ശക്തമായിട്ടുള്ള ഈ ആവശ്യം കേന്ദ്ര നേതൃത്വത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.